വണക്കം. എടേ, നീയൊക്കെ ഭരിക്കുകയില്ല, ഭരിക്കുന്നവരെ ഭരിക്കാനും സമ്മതിക്കില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന് വളരെയധികം പ്രാധാന്യമുള്ള, വളരെയധികം കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട, ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്സവ മഹാമഹമാണ്. ഇന്ത്യ എന്നല്ല, ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു മഹാമഹമാണ്. കഴിഞ്ഞ ദിവസം ആറ്റുകാൽ അമ്പലത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ഇനി വരുന്ന ദിവസങ്ങളിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള തയ്യാറെടുപ്പുകളാണ്. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് പല വാർഡുകളിലും, അതായത് 12 BJP ഭരിക്കുന്ന വാർഡുകളിൽ കൃത്യമായി അക്കമിട്ട് നിരത്തി കുടിവെള്ളമില്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കുടിവെള്ളം ആരാണ് കൊടുക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ അതോറിറ്റിക്ക് കീഴിൽ ആ വാർഡുകളിൽ കുടിവെള്ളം മുടക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ 12 BJP ഭരിക്കുന്ന വാർഡുകളിൽ കുടിവെള്ളം മുടക്കി എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ആറ്റുകാൽ ഉത്സവത്തിന് മുന്നോടിയായി അതിൻ്റെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്, കൊഞ്ചിറവിള എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര്. ആ ക്ഷേത്രത്തിലും ഉത്സവം നടക്കുകയാണ്. അവിടെയും ഇതിനോടനുബന്ധിച്ച് പൊങ്കാല നടക്കുകയാണ്. അവിടെയും കുടിവെള്ളം കട്ട് ചെയ്തിട്ട് പൊങ്കാല ഇടാൻ വന്ന ജനങ്ങൾക്ക് പൊങ്കാല കലത്തിൽ വയ്ക്കാൻ അല്ലെങ്കിൽ ഒഴിക്കാൻ പോലും വെള്ളമില്ലാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയതായി വലിയ രീതിയിലുള്ള ആരോപണങ്ങളുണ്ട്. സംഭവം നൈസായിട്ടുള്ള രാഷ്ട്രീയമാണ്. അതായത് നൈസായിട്ട് അങ്ങ് കൊളുത്തിവിടും, എന്നാൽ വരുമ്പം എല്ലാം കൂടെ ഇറിക്കുകയും ചെയ്യും, BJP കൗൺസിലർമാരെ തലയിലിരിക്കുകയും ചെയ്യും. അവസാനം മേയർ ഉത്തരം പറയണം എന്ന് പറഞ്ഞ് രംഗത്തെത്തുകയും ചെയ്യും. അല്ലെങ്കിൽ 12 ഈ വാർഡുകളിൽ കുടിവെള്ളം മുടങ്ങി. ഈ കൊഞ്ചറവള പൊങ്കാലയ്ക്കടക്കം കുടിവെള്ളം ഇല്ലാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായി. ഒരു CPM കാരൻ പോലും കൊടിയും പിടിച്ച് രംഗത്തിറങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ കുടിവെള്ള പ്രശ്നം, മാലിന്യ പ്രശ്നം എന്നൊക്കെയുള്ള പ്രശ്നങ്ങളാണ് CPM അഥവാ അന്തംഗമ്മികളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എവിടെ മാലിന്യ പ്രശ്നമുണ്ടോ, എവിടെ കുടിവെള്ള പ്രശ്നമുണ്ടോ അവിടെ ഞങ്ങൾ ഓടിയെത്തും എന്നാണ് ഇവരുടെ ഒരു ഹൈലൈറ്റ്. ഇത് വാട്ടർ, അതായത് വെള്ളം കട്ട് ചെയ്തിട്ടിട്ട് മിണ്ടായിരിക്കുകയാണ്, ജനങ്ങൾ ചെയ്തോളും, അല്ലെങ്കിൽ ജനങ്ങൾ നോക്കിക്കോളും, ജനങ്ങൾ മേയറമക്കിട്ട് കയറട്ടെ എന്നുള്ള രീതിയിലിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇതാണ് CPMൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, അഥവാ രാഷ്ട്രീയ ബുദ്ധി എന്ന് പറയുന്നത്. പറഞ്ഞു തോപ്പിക്കാൻ പറ്റില്ല, ആശയം കൊണ്ട് തോപ്പിക്കാൻ പറ്റില്ല. ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ, തുപ്പിത്തോപ്പിക്കുക എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ഇവന്മാർ കൃത്യമായിട്ട് രാഷ്ട്രീയം പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ചെങ്ങന്നൂർ തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ വോട്ടിംഗ് നടക്കുകയാണ്. ആ വോട്ടിംഗ് നടക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു അന്ന് കെവിൻ്റെയും നീനുവിൻ്റെയും വിഷയമാണോ അല്ല, വരാപ്പുഴ ശ്രീജിത്തിൻ്റെ വിഷയം. ഈ 2 വിഷയത്തിൽ ഏതോ അതിഭീകരമായിട്ട് കത്തി നിൽക്കുകയാണ്. വരാപ്പുഴ ശ്രീജിത്തിനെ പോലീസ് അടിച്ചു കൊന്ന വിഷയം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ഭാഗത്ത് വോട്ടെടുപ്പ് നടക്കുമ്പോൾ മറുഭാഗത്ത് ഈ ചാനലുകാരെല്ലാം ഈ വരാപ്പുഴ ശ്രീജിത്തിനെ തല്ലിക്കൊന്നു, പോലീസ് തല്ലിക്കൊന്നു, ഇത് സർക്കാരിൻ്റെ അനാസ്ഥയാണ്, അങ്ങനെ ഇങ്ങനെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പുറത്ത് വോട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ ഈ CPM കാരൊക്കെ ചെയ്തൊരു കാര്യമുണ്ട്. അതായത് ഈ ചെങ്ങന്നൂർ വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ മണ്ഡലങ്ങളിലെല്ലാം മാസ്സായിട്ട് കേബിൾ പോയി കട്ട് ചെയ്തിട്ട്, അതാണ് ഇവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാഷ്ട്രീയ ശൈലി എന്ന് പറയുന്നത്. ഇവർക്ക് അനുകൂലമല്ലെങ്കിൽ ഇവരത് അനുകൂലമാക്കിയെടുക്കാൻ ശ്രമിക്കും. അതിന് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് നൈസായിട്ട് മാറി നിൽക്കും. ആ ചോദ്യം വരുമ്പോൾ ആദ്യം നേർക്ക് ചോദ്യം വരും, മേയറായിട്ടിരിക്കുന്ന VV രാജേഷ് അല്ലേ, അപ്പോൾ VV രാജേഷ് അല്ലേ കുടിവെള്ളം കുടിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണല്ലോ വരുന്നത്. അതാണ് ഇവരുടെ സംഭവം എന്ന് പറയുന്നത്. പക്ഷേ ആ സംഭവം ചീറ്റി പണ്ടാതെ തുടങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസം BJP കൗൺസിലർമാരെല്ലാം കൂടെ താറെടുത്തുകൊണ്ട് നേരെ ആഫീസിലോട്ട് പോയി, നേരെ വാട്ടർ അതോറിറ്റിയുടെ ആഫീസിലോട്ട് പോയി അവിടെ പിക്കറ്റിംഗ് ആരംഭിച്ചപ്പോൾ അതിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പുറത്തിറങ്ങാനോ ഇരിക്കാനോ പറ്റാത്തൊരവസ്ഥയായി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ ഭയങ്കര ബഹളം. അവസാനം പോലീസ് വന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കണം എന്നുള്ള സിറ്റുവേഷനിലെത്തി. മാധ്യമങ്ങളെല്ലാം അവിടെ വന്ന് നിറഞ്ഞു. ആ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഇവർ പറയുകയാണ്, നിങ്ങൾ വെള്ളം കട്ട് ചെയ്തിട്ടു, ശിവൻകുട്ടി അടക്കം അറിഞ്ഞതുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ശിവൻകുട്ടിയാണല്ലേ താടി വിദ്യാഭ്യാസ മന്ത്രി, ആ എണ്ണം കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുമ്പോൾ ചോദ്യം വരുമ്പോൾ ആറ് നേർക്ക് വരും, നമ്മൾ വരും. നമ്മുടെ ജനങ്ങളോട് നമ്മൾ എന്ത് മറുപടി പറയും? പോട്ടെ, അറ്റ്ലീസ്റ്റ് കുടിവെള്ളം വാട്ടർ ടാങ്കിലെങ്കിലും എത്തിക്കണമല്ലോ. വാട്ടർ ടാങ്കിൽ പോലും കുടിവെള്ളം എത്താത്തൊരു സാഹചര്യമാണല്ലോ ഉള്ളത്. ഇനി എന്തിനാണ് ഈ ആറ്റുകാൽ ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് ഈ കുടിവെള്ളം കട്ട് ചെയ്തിട്ടത്? അത് മാഡം, അത് എയർ ബ്ലോക്ക്. ഈ പൈപ്പിൻ്റെ അകത്ത് എയർ കയറി ബ്ലോക്കായിരിക്കുകയാണ്. കുറേ നാളായിട്ട് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൊഞ്ചറവള പൊങ്കാലയുടെയും ആറ്റുകാൽ ഉത്സവത്തിൻ്റെയും തലേന്നാണ് ഈ ബ്ലോക്ക് എവിടെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയത്. അങ്ങനെ കറക്റ്റായിട്ട് ഈ ബ്ലോക്ക് കണ്ടുപിടിച്ചത്
ആറ്റുകാൽ പൊങ്കാലയുടെ തലേദിവസമായി ഇപ്പോൾ അതൊരു കുറ്റമാണോ മാഡം എന്നാണ് ഇവന്മാരുടെ മറുപടി എന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും കഴിഞ്ഞ ദിവസം BJP കൗൺസിലർമാരെല്ലാം കൂടെ ആറ്റുകാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള വാട്ടർ അതോറിറ്റി കുരിയാത്തി സെക്ഷൻ ഓഫീസ് സമ്പൂർണ്ണമായിട്ട് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ജനങ്ങൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തയ്യാറെടുക്കുന്ന ഈ നിമിഷത്തിൽ നഗരം മൊത്തം തിരക്കാണ്, ഹറിബറി ആയിട്ടാണ് നഗരം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പിഴവ് എങ്ങനെയെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ ഒരു സാഹചര്യത്തിൽ എടുത്തു കാണിക്കും, അല്ലെങ്കിൽ എടുത്തറിയാനായിട്ട് സാധിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും കുടിവെള്ളം മുട്ടിച്ച് ജനങ്ങളെ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ തിരിക്കാനുള്ള സ്ഥലം MLAയും മന്ത്രിയുമായ ശിവൻകുട്ടിയുടെ ഹീനശ്രമമാണ് ഇതിന് പിന്നിൽ എന്നാണ് അവിടെയുള്ള കൗൺസിലർമാരടക്കം പറഞ്ഞത്. രാവിലെ 10:30 പിക്കറ്റിംഗ് ആരംഭിച്ചു. 10:30 ആരംഭിച്ചപ്പോൾ 11 മണിക്ക് ഇത് തീരുമെന്ന് വിചാരിച്ചു. അത് തീർന്നില്ല. പിന്നെ അത് 2 മണിക്കൂറോളം നീണ്ടു. എന്തായാലും അതിൻ്റെ വിഷ്വൽസ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കഴിഞ്ഞ 10 ദിവസം കൊണ്ട് വെള്ളമില്ല. അമ്പലത്തെ വാർഡിൽ അതേപോലെ 10 ദിവസം കൊണ്ട് വെള്ളമില്ല. കൊഞ്ചുവിള പൊങ്കാല സമയത്ത് നിങ്ങൾ ഉദ്യോഗസ്ഥർ വാൾവടച്ചു. പൊങ്കാല സമയത്ത് അവിടെ വെള്ളം കിട്ടിയില്ല. തൊട്ടടുത്ത് കളപ്പാങ്കുളം വാർഡ്, CPM-ന്റെ കൗൺസിലുള്ള കളപ്പാങ്കുളം വാർഡ് വെള്ളമുണ്ട്. BJP കൗൺസിലർമാരുള്ള വാർഡുകളിൽ നിങ്ങൾ വെള്ളം അടയ്ക്കുന്നത് ഇത് നിങ്ങളുടെ പിണറായി വിജയനും ഇവിടുത്തെ നിയമ MLA ശിവൻകുട്ടിയുടെ അറിവോടുകൂടി ചെയ്യുന്നതാണ്. ഉദ്യോഗസ്ഥർ നിങ്ങൾ അതിന് കൂട്ടുനിൽക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഈ ജനങ്ങളെ പറ്റിക്കണ്ട. ഇന്ന് കുടിവെള്ളം മുട്ടിച്ച ഈ കുടിവെള്ളം ഇന്ന് നിങ്ങൾ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ഇവിടുന്ന് പോകുള്ളൂ, ഇല്ലെങ്കിൽ പോകില്ല. അല്ല, വാർഡുകളിൽ വെള്ളം കിട്ടി എന്ന് അവിടുത്തെ ജനങ്ങൾ എപ്പം വിളിച്ചിവിടെ പറയും. ഞങ്ങൾ ഇറങ്ങുള്ളൂ. അല്ലാതെ ഞങ്ങൾ പ്രധാനമന്ത്രി കഴിഞ്ഞ 10-40 വർഷമായിട്ട് ഈ ബുദ്ധിമുട്ട് ഇവിടെ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിട്ടില്ല. BJP-യുടെ മേയർ വന്നതിന് ശേഷം 45 ദിവസത്തിന് ശേഷമാണ് ഈ കുടിവെള്ള ക്ഷാമം ഈ തിരുവനന്തപുരം നഗരത്തിലുള്ളത്. നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഉദ്യോഗസ്ഥരെല്ലാം കൂടെ ചേർത്ത് ഒത്തു കളിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാല ഇന്ന് ഉത്സവം തുടങ്ങി. നിങ്ങൾ എന്ത് ഉത്തരം വാർഡിലെ ജനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചു നോക്കണം. ഇവിടെ ഓഫീസിലില്ല, ഒരിടമില്ല. ഏറ്റവും വലിയ അല്ലെ ഈ തിരുവനന്തപുരം ഈ നഗരസഭയിലെ കൊഞ്ചുവിള ക്ഷേത്രത്തിലെ പൊങ്കാല സമയത്ത് 10 മിനിറ്റ് മുമ്പ് നിങ്ങൾ ടാപ്പ് കൂട്ടിക്കളഞ്ഞു. അവസാനം അവിടുത്തെ ആറ്റുകാൽ വാർഡ് കൗൺസിലർ ടാങ്കറിൽ വെള്ളം കൊണ്ട് അവിടെ കുടിക്കേണ്ടി വന്നു. നിങ്ങൾ ഒത്തുകളിക്കേണ്ടത് ഇത് കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത കൃത്രിമമായ കുടിവെള്ള ക്ഷാമം നിങ്ങളും ഇവിടുത്തെ MLAയും പിണറായി വിജയൻ നിങ്ങൾ ചേർന്ന് ഇവിടെ സൃഷ്ടിക്കുകയാണ്. അത് അനുവദിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് വെള്ളം വന്ന് ഇല്ല, വിശ്വസിക്കില്ല. AECയുടെ വാക്കുകൾ ഞങ്ങൾ നിരസ്കരിക്കുന്നു. ഇല്ല, പോകില്ല. വർഷവും വെള്ളം ഇല്ലാത്ത സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു വെച്ചാൽ ഇത്തിരി ആൾക്കാർ ഇനി എനിക്ക് ഇതിന് കൂടുതൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇത് മനഃപൂർവ്വം ആറ്റുകാൽ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ആൾക്കാർ ഇവിടെ തിരുവനന്തപുരം നഗരസഭയിൽ എത്തുമ്പോൾ ഇവിടെ കുടിവെള്ളമില്ല എന്നുള്ളൊരു സംസാരം ഉണ്ടാക്കിക്കാൻ വേണ്ടിയിട്ട് വർഷമില്ലാതെ കൊഞ്ചുവെള്ള പൊങ്കാല സമയത്ത് അവിടെ വെള്ളമില്ല. എന്നിട്ട് ടാങ്കറിൽ വെള്ളം എത്തിക്കാനുള്ള സംവിധാനമില്ലേ? പുതിയ പ്ലാന്റ് വെക്കണം. പുതിയ പ്ലാന്റ് വേറെ പ്ലാന്റ് ഇൻസ്റ്റോൾ ചെയ്യണം. ഒരു കാര്യം, ഞങ്ങൾ ഈ സമരത്തിന് വന്നത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ കൊണ്ട് തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. ഞങ്ങൾ താന്ത്രമോ ഈ ഓഫീസിനകത്ത് ഞങ്ങൾ രാവിലെ വന്നു. ഉത്തരവാദിത്തപ്പെട്ട ഇതിനകത്തില്ല. മേഡം മെനിങ്ങാന്ന് ഇവിടെ സമരം മെനിങ്ങാന്ന് ഉറപ്പ് പറഞ്ഞു 10 മണിക്കകത്ത് വെള്ളം കൊടുക്കാന്ന് പറഞ്ഞു. ഉറപ്പ് പറഞ്ഞാൽ നമ്മൾ ഇല്ലെങ്കിൽ മെനിങ്ങാന്ന് സമരം ചെയ്തത്. കാരണം സൂപ്രണ്ടിങ് ഇപ്പൊ ആരും ഫോൺ എടുക്കുന്നില്ല. ഇവിടെ ഈ സമരം ഇരിക്കുന്നത് ജനപ്രതിനിധികളാണ്. അവരെ വാർഡുകളിൽ കഴിഞ്ഞ 10 ദിവസം കൊണ്ട് വെള്ളമില്ല.
ഇത് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത കുടിവെള്ള ക്ഷാമമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിന് വിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റണില്ല. അപ്പൊ ഞങ്ങളത് കാരണം ഞങ്ങൾ ഇവർക്ക് ഇവരെ വാടി പോണെങ്കിൽ അവിടെ കുടിവെള്ളം എത്തിയിട്ട് പോയിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇവരെ വീട്ടിന് മുമ്പിലാണ് അവിടുത്തെ സർവ്വസാധാരണ ജനങ്ങൾ കുട്ടികളെ കൊണ്ടുചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നതിൽ മടിയില്ല. പരിഹാരം ഉണ്ടാവുന്നവരെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഇദ്ദേഹത്തിന് മുമ്പ് വന്ന് നമ്മൾ എത്ര സമയം ഇടാം? 4 മണിക്കൂർ പറഞ്ഞതിന്റെ പേരാണ്. അല്ല ഇപ്പൊ ആരും ഫോൺ എടുക്കില്ല. കിട്ടുന്നില്ല. നിങ്ങളുടെ കയ്യിൽ യഥാർത്ഥത്തിൽ ഇത് നിൽക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ഞങ്ങളിപ്പോ ഒരു 1.5 മാസത്തിൽ കൂടുതലായി നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എയുടെ കയ്യിലും എക്സിയുടെ കയ്യിലും നിൽക്കുന്നില്ല. അല്ലെങ്കിൽ പരിഹാരം കാണാൻ പറ്റണ്ടേ? ചരിത്രത്തിലാദ്യം പൊങ്കാല സമയത്ത് വെള്ളമില്ലാത്ത സാഹചര്യം ഉണ്ടായി. മുകളിലോട്ട് അറിയിക്കുക. ഞങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനം പൂർണ്ണമായി ഒന്നെങ്കിൽ അടച്ചിടേണ്ടി വരും, ഇല്ലെങ്കിൽ നിങ്ങൾ വല്ല പ്രൈവറ്റിന് കൊടുക്കുക. അവർ ചെയ്തോട്ട്. എത്ര കാലമായി ജനങ്ങൾ ഇത് സഹിക്കുന്നു. ഇതേ പ്രശ്നം നമ്മളില്ലല്ലോ. മന്ദിരങ്ങളിരിക്കുന്ന പ്രദേശത്ത് പ്രശ്നമില്ലല്ലോ. അവിടെ ഒന്നും ഒരു കുഴപ്പമില്ലല്ലോ. വഴുതക്കാടില്ല, നന്ദനോടില്ല, കൗരനാടില്ല, താമസിക്കുന്ന സ്ഥലത്ത് വെള്ളം എപ്പോഴും സ്റ്റോറാണ്. നിങ്ങൾ ഈ ആൾക്കാർ പറഞ്ഞാലേ തുറക്കൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യും. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് പോവാം. അവസാനം വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറും രംഗത്തെത്തേണ്ടി വന്നു. സജീവും റുക്സായും രംഗത്തെത്തിയ ശേഷമാണ് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞത്. ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ മാത്രം പോലല്ലോ, ഈ പ്രശ്നം പരിഹരിക്കണമല്ലോ. ഞങ്ങളിത് പരിഹരിക്കാം. ഇന്ന് വൈകിട്ടോടെ എല്ലാ മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ എല്ലാ വാർഡുകളിലും നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ജലവിതരണം ആരംഭിക്കാം. ജലവിതരണം ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ പൈപ്പ് വഴി എന്തായാലും ജലവിതരണം ആരംഭിക്കില്ല. നമുക്ക് മറ്റേ വാട്ടർ ടാങ്ക് വഴി കുടിവെള്ളം എത്തിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം അവിടെയുള്ള കൗൺസിലർമാർ പറഞ്ഞൊരു ഡയലോഗുണ്ട്. നിങ്ങൾ കുടിവെള്ളം എത്തിച്ച് ജനങ്ങൾ ഞങ്ങളോട് വിളിച്ച് പറയണം, അവർക്ക് കുടിവെള്ളം കിട്ടിയെന്ന് പറയണം. അത് പറഞ്ഞു കഴിഞ്ഞ ശേഷം മാത്രം ഞങ്ങളിത് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും അവിടെ സത്യാഗ്രഹം ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അങ്ങനെ കഴിഞ്ഞ ദിവസം അങ്ങനെ സത്യാഗ്രഹം അവർ ആരംഭിച്ചു. 4 മണിക്ക് പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പ് കൊടുത്തു. പക്ഷേ പ്രശ്നം പരിഹരിച്ച് കഴിഞ്ഞു എന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ തിരികെ പോകൂ എന്ന് കൗൺസിലർമാർ പറഞ്ഞു. അതിനിടയിൽ നമ്മുടെ കമലേശ്വരം കൗൺസിലറായിട്ടുള്ള വി ഗിരി അവിടെ കിടന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങി. പിന്നെ നമ്മുടെ അമ്പലത്ര വാർഡ് കൗൺസിലറായിട്ടുള്ള സിമി ജ്യോതിഷ് ഉണ്ടായിരുന്നു, ബീന RC ഉണ്ടായിരുന്നു, പാപ്പനംകോട് സജീവൻ, ഇങ്ങനെ എല്ലാ കൗൺസിലർമാരും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ വലിയൊരു ശ്രമമാണ് അവിടെ നടന്നത്. അവസാനം 1:30 മണിയോടുകൂടി ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾക്കാരെത്തി ഈ കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ BJP കൗൺസിലർമാർ വാട്ടർ അതോറിറ്റിക്കെതിരെ പ്രതിഷേധിക്കുന്നത് കണ്ടിട്ട് UDF കൗൺസിലർമാർക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? വെറുതെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ UDF കൗൺസിലർമാർ എന്ത് ചെയ്തു? അവരും ഉപരോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ UDF കൗൺസിലർമാർ നഗരത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി സൗത്ത് സോൺ ചീഫ് എഞ്ചിനീയർ സൂരജ് നായരെ ഉപരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ സർവത്ര ഉപരോധമായിരുന്നു. അതാണ് ഈ തെണ്ടിത്തരം കാണിക്കുമ്പോഴും ക്ലാസിക്കായിട്ട് തെണ്ടിത്തരം കാണിക്കണം. അതാണ് CPMൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതായത് പൊതുജനങ്ങളെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുക. ഈ ബുദ്ധിമുട്ടുമ്പോഴും ഇവർ ആർക്കെതിരെയാണ് പരാതി പറയുന്നത്? തിരുവനന്തപുരം മേയറല്ലേ, തിരുവനന്തപുരത്തിൻ്റെ നഗരപിതാവ് വെള്ളം കൊണ്ട് കൊടുക്കട്ടെന്ന്. ഇങ്ങനെയുള്ള സെറ്റപ്പാണ് ഇവരിവിടെ അവലംബിക്കുന്നത്. പൊതുജനങ്ങളെ എങ്ങനെയും ബുദ്ധിമുട്ടിക്കുക. അതായത് ഇവരുടെ കയ്യിൽ ഭരണമില്ലെങ്കിൽ ഇവർ പ്രതിപക്ഷത്താണോ? അതുകൊണ്ട് ഞാൻ നാട്ടുകാരോട് പറയുന്നത് ഇവരെ പ്രതിപക്ഷത്താക്കരുത്. ഇനിയിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പോട്ടെ, ഇനി അടുത്ത തവണ UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? 24/7 365 ഡേയ്സും എല്ലാ ദിവസവും ഹർത്താൽ, പിക്കറ്റ്, പഠിപ്പ് മുടക്കെന്ന് പറഞ്ഞ് സംസ്ഥാനത്തിൻ്റെ ഭരണം ഒരു നിമിഷം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പക്ഷേ ഇവർ ഭരണത്തിൽ കയറിയില്ല, നമുക്കൊരു മനനിമ്മതിയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഭരണത്തിൽ കയറിയില്ല, ഒന്നും ചെയ്യില്ല, അവിടെ മിണ്ടായിരുന്നോളുമല്ലോ.
ഈ കുരങ്ങനുണ്ടല്ലോ, കുരങ്ങൻ, ആ കുരങ്ങൻ്റെ കയ്യിൽ ഒരു പഴം കൊടുത്താൽ കുരങ്ങ് അത് തിന്നുകൊണ്ട് അവിടെ മിണ്ടായിരുന്നുള്ളൂ. പഴം കിട്ടിയില്ലെങ്കിൽ അവൻ ചാടി കയറി അവിടെ ഇവിടെയൊക്കെ കയറി നാശമാക്കി കളയും. അതുകൊണ്ട് വീണ്ടും നാശമാക്കാൻ തുടങ്ങുമ്പോൾ ഒരു പഴം കൂടി എടുത്ത് കൊടുക്കുക. അതുപോലെയാണ് ഇവിടെ CPM കയ്യിൽ ഭരണം കൊടുക്കുന്ന നാട്ടുകാരെന്ന് പറയുന്നത്. ഇപ്പോൾ 10 കൊല്ലം ഭരിച്ച് മുടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത ടേം കൂടെ വരണമെന്നാണ് ഇവർ പറയുന്നത്. അതൊക്കെ ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. എൻ്റെ ആഗ്രഹം വരണമെന്ന് തന്നെയാണ്. കാരണം ബംഗാളൊക്കെ നമുക്കറിയാമല്ലോ. അതുപോലെ കേരളത്തിലെ ഈ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ, ഞങ്ങൾ കാരണമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രബുദ്ധത വന്നതൊക്കെയാണെന്ന് ഇവർ പറയുന്നത്. ഒരു 5 കൊല്ലം കൂടെ ഭരിക്കട്ടെ, പോട്ടെ, വീണ്ടും ഒരു 10 കൊല്ലം കൂടെ ഭരിക്കട്ടെ. ഭരിച്ചു കഴിഞ്ഞാൽ ആ പ്രബുദ്ധതയെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കട്ടെ അവരെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം CPM നടത്താൻ ഉദ്ദേശിച്ച നാടകം ഇങ്ങനെ പൊളിഞ്ഞു പോയി. എന്തായാലും ആറ്റുകാൽ പൊങ്കാല കുളമാക്കാനുള്ള ഒരു ശ്രമം ഈ CPM ഭാഗത്തുനിന്ന് തകൃതിയായി ഒരു സൈഡിൽ കൂടെ നല്ലതുപോലെ നടക്കുകയാണ്. അതിനെ തച്ച് തകർത്തുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ BJP കൗൺസിലർമാരുടെയും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെയും കൃത്യമായിട്ടുള്ള പ്രവർത്തനവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശരി.